മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ജി സുധാകരൻ എന്ന മന്ത്രി, അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അതിലൊരെണ്ണം കേരളത്തിലെ റോഡുകളും വഴികളും അതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കണം. ഒരു പക്ഷേ കേരളത്തിൽ തെക്കേറ്റം മുതൽക്ക് വടക്കേറ്റം വരെയും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഇത്രയും അധികം യാത്ര ചെയ്യുന്ന വേറെ വ്യക്തികൾ എന്നെ പോലെ ഞങ്ങളെ പോലെ ഉണ്ടാവില്ല. പ്രഭാഷണത്തിന് വേണ്ടി കേരളം മുഴുവനും യാത്ര ചെയ്യാൻ. ഇന്നലെ തന്നെ 5-6 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 3 മണിക്കാണ് വന്നത്. ഈ കേരളത്തിലെ ഏതാണ്ട് എല്ലാ റോഡുകളും, എക്സെപ്ഷണലി വിരലിൽ എണ്ണാവുന്ന കുറേ റോഡുകൾ ഒഴികെ ബാക്കി എല്ലാ റോഡുകളും അസാധാരണമാം വിധത്തിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ജി സുധാകരൻ്റെ വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ചെയ്യുന്നതാണോ, അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതാണോ, സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നതാണോ, അതിനുള്ള ഫണ്ട് സ്റ്റേറ്റിൽ നിന്നാണോ, മുനിസിപ്പാലിറ്റിയിൽ നിന്നാണോ, കോർപ്പറേഷനിൽ നിന്നാണോ, പഞ്ചായത്തിൽ നിന്നാണോ, കേന്ദ്രത്തിൽ നിന്നാണോ, അത് ചെയ്യുന്ന രീതിയുടെ ആത്മാർത്ഥത എവിടെയെല്ലാം ആണ്, അല്ല നിയമത്തിൻ്റെ കാർക്കശ്യം കൊണ്ടുണ്ടായതാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ജി സുധാകരൻ അതിഗംഭീരമായിട്ട് ആ റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വമുള്ള മന്ത്രിയാണ് അദ്ദേഹമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നതെങ്കിൽ അതിഗംഭീരമായിട്ട് ആ കർമ്മം അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷെ ചില അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുന്നത്, ക്രിസ്ത്യൻ മുസ്ലിം വേദിയിൽ ചെന്ന് ഹിന്ദുക്കളെ അവഹേളിക്കാം, അതൊരു ബുദ്ധിജീവി ചെയ്യുന്ന രീതിയിൽ പറയാം. പക്ഷെ കേൾക്കുന്നവർക്ക് അതൊരു മാനസിക രോഗിയുടെ അവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഞാൻ 2 കമന്റ് പറഞ്ഞിരുന്നു. ഒന്ന്, ക്രിസ്ത്യൻ വേദിയിൽ ചെന്ന് ഹിന്ദു അമ്പലങ്ങൾ, ക്രിസ്ത്യൻ പള്ളികൾ ചെയ്യുന്ന മാതിരിയെല്ലാം കണ്ടുപഠിക്കണമെന്ന്. സുധാകര, അല്ലെങ്കിൽ സുധാകരൻ സാറേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിളിക്കണമെങ്കിൽ അത്. ക്രിസ്ത്യാനികൾ ചെയ്യുന്ന പോലെ ഹിന്ദുക്കൾ ചെയ്യുന്നുണ്ട്. ഹിന്ദുക്കൾ എന്തെങ്കിലും ചെയ്താൽ അത് വർഗീയവാദമാകും, അത് കാവ്യവൽക്കരണമാകും, അത് അസഹിഷ്ണുതയാകും, അത് മതേതരത്വത്തിനെതിരാവും. ഇതൊക്കെ പറയുന്നത് നിങ്ങൾ തന്നെയാണ്. പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഏത് സ്ഥാപനം തുടങ്ങാനും ധാരാളം സൗകര്യങ്ങളും ധാരാളം അവകാശങ്ങളും അധികാരങ്ങളും ഗവൺമെന്റുകൾ കൊടുത്തിട്ടുണ്ട്, കേന്ദ്രത്തിലും സ്റ്റേറ്റിലും എല്ലാം. ഹിന്ദുക്കൾക്ക് ആ അവകാശങ്ങളൊന്നുമില്ല. എന്നാലും ഹിന്ദുക്കൾ സാധിക്കുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. അത് NSS ചെയ്യുന്നുണ്ട്, SNDPയും ചെയ്യുന്നുണ്ട്, മാതാ അമൃതാനന്ദമയും ചെയ്യുന്നുണ്ട്, സായിബാബയും ചെയ്യുന്നുണ്ട്, ചിന്മയ മിഷനും ചെയ്യുന്നുണ്ട്. ഇതിലൊന്നിലും പെടാത്ത സംഘടനകൾ 100 കണക്കിന് ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വ്യക്തമായിട്ടുള്ള മതപരിവർത്തനമാണ് ഉദ്ദേശം. ഏത് തരത്തിലും മതപരിവർത്തനത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഹിന്ദുക്കൾ അങ്ങനെയല്ല, സേവനം തന്നെയാണ് എന്ന് കാണാനുള്ള ഒരു മനസ്സ് അങ്ങയ്ക്കും അങ്ങയുടെ പാർട്ടിക്കും ഉണ്ടായാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ട്, ഉപദേശം കൊടുക്കുന്നതിന് മുമ്പ്. മാത്രമല്ല, ഹിന്ദുക്കൾ ഇത്രയും അധികം 93% ഹിന്ദുക്കളല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ചെയ്തുകൂടെ ഇതേമാതിരിയുള്ള സേവനങ്ങളൊക്കെ? 1, 2, 5, 10 ബസ് സ്റ്റോപ്പുകളുടെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കുന്നതിന് പകരം ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചെയ്യുന്ന മാതിരി പാർട്ടിക്കും ചെയ്യാമല്ലോ വേണമെങ്കിൽ. അതുകൂടാതെ അദ്ദേഹം വേറൊരു അഭിപ്രായം പറയുകയുണ്ടായി. വിളക്ക് കത്തിക്കുന്നതിനെതിരെയും വിളക്ക് കത്തിക്കുന്ന എണ്ണയുണ്ടെങ്കിൽ ഞാൻ പപ്പടം കാച്ചും എന്നൊരു കമന്റ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള അഭിപ്രായവും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾക്കുള്ള പ്രത്യേകത, അവർക്ക് ഇൻടോളറൻസ് ആവാം, അസഹിഷ്ണുതയാകാം, മറ്റുള്ളവർക്ക് അതൊന്നും പാടില്ലെന്നുള്ള നിയമമാണ്. ഈ ഹിന്ദുക്കൾ വിളക്ക് കത്തിക്കുന്ന എണ്ണയുണ്ടെങ്കിൽ സുധാകരന് പപ്പടം കാച്ചാം എന്ന് പറയുമ്പോൾ ഇത്രയും അധികം
പ്രായോഗിക വീക്ഷണമുണ്ടെന്ന് വരുത്തി തീർക്കാൻ പറയുന്ന വാക്കുകൾക്ക് പുറകിൽ വേറൊരു ചോദ്യവും കൂടിയുണ്ട്. ഇവിടെ 93 വയസ്സായിട്ട് എഴുന്നേറ്റ് നടക്കാൻ 3 പേര് പിടിക്കേണ്ട ഒരു വ്യക്തിയുണ്ട്, സാക്ഷാത് ശ്രീ VS അച്യുതാനന്ദൻ. അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനാണ്. അദ്ദേഹം എന്ത് ഭരണപരിഷ്കാരമാണ് ഇത്രയും കാലമായിട്ട് നിർദ്ദേശിച്ചത്? അദ്ദേഹം ഭരണപരിഷ്കാരത്തിൽ നിർദ്ദേശിച്ചതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തെല്ലാമാണ് ശ്രീ പിണറായി വിജയൻ ഇംപ്ലിമെന്റ് ചെയ്തത്? ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന ആ കസേര അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ ഓരോ മാസവും അതിൻ്റെ ചെലവ് എത്രയാണെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ശമ്പളം, അദ്ദേഹത്തിൻ്റെ ഡ്രൈവർമാരുടെ ശമ്പളം, അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ പെട്രോളും ഡീസലും, അദ്ദേഹത്തിൻ്റെ TA, DA, അദ്ദേഹത്തിൻ്റെ മുറിയിൽ എയർ കണ്ടീഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ 14 സ്റ്റാഫ്, അതിൽ മിനിമം 30,000 മുതൽ 1,00,000 രൂപ വരെ ശമ്പളം മേടിക്കുന്നവർ, പിന്നെ ഓണറേറിയം TA, DA മേടിക്കുന്നവർ, ഇതെല്ലാം കൂടി ചേർത്താൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം എത്ര ലക്ഷം രൂപയാണ് ഒരു പണിയുമില്ലാത്ത എവിടെയെങ്കിലും ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് സ്ഥാപിച്ച ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാന് വേണ്ടി ചെലവഴിക്കുന്നത്? സുധാകരനോട് ഒന്ന് ചോദിക്കുന്നു, ആ പൈസ ഉണ്ടെങ്കിൽ എത്ര വീട്ടിൽ പപ്പടം കാച്ചാൻ സാധിക്കും? അതൊന്ന് നിർത്തിയിട്ട് പപ്പടം കാച്ചാൻ ഇല്ലാത്ത വീട്ടുകാർക്ക് ഒരു വർഷത്തേക്കുള്ള പപ്പടം ഈ ഭരണപരിഷ്കാര കമ്മീഷന്റെ കസേരയും മുറിയും എയർ കണ്ടീഷനും ജോലിക്കാരും അദ്ദേഹത്തിന്റെ TA-യും ദേശത്തേക്കും വിദേശത്തേക്കും പോകാനുള്ള DA-യും ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ ശരിക്ക് എല്ലാ വീടുകളിലും പപ്പടം കാച്ചാൻ സാധിക്കും. അത് നിർത്തിയിട്ട് ആ പൈസ അവർക്ക് കൊടുത്താൽ മതി. ഹിന്ദുക്കളുടെ വീട്ടിൽ ഒരു 1/2 സ്പൂൺ എണ്ണ കൊണ്ട് കത്തിക്കുന്ന ആ വിളക്കിലെ എണ്ണ ഉപയോഗിച്ച് സുധാകരനോ സുധാകരന്റെ കുടുംബാംഗങ്ങളോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരോ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ കണ്ടെത്തുന്നതിനേക്കാൾ ആ എണ്ണ കണ്ടെത്താൻ ഏറ്റവും നല്ലത് VS അച്യുതാനന്ദന്റെ കൂട്ടത്തിലുള്ളവർക്ക് ഭരണപരിഷ്കാരം നടത്തി വെട്ടി നിരത്തി അതേപോലെ തന്നെ ക്രഷറും കമ്പ്യൂട്ടറും സകല ആധുനികമായിട്ടുള്ളതും എതിർത്ത് അവഹേളിച്ച് ഈ കേരളത്തെ ഒരടി മുമ്പോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത, ചുമന്ന കൊടി വെച്ച് സകല കമ്പനികളും പൂട്ടിച്ച ഒരു പാർട്ടി ഭരിക്കുന്ന കേരളത്തില് ഭരണപരിഷ്കാരത്തിന് ഇനി പുറത്തു നിന്ന് ഒരു കമ്മീഷന്റെ ആവശ്യമില്ല. കേന്ദ്രത്തിൽ എന്താ ചെയ്യുന്നത് എന്ന് വെറുതെ നോക്കിയിട്ട് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്ന മാതിരി അങ്ങ് ചെയ്താൽ മതിയല്ലോ. ഒരു ഭരണപരിഷ്കാര കമ്മീഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ കേരളത്തിൽ മുഴുവനും പപ്പടം കാച്ചാമല്ലോ. അത് ഫ്രീ ആയിട്ട് കാച്ചാൻ സാധിക്കുമെന്ന്, കൊടുക്കുകയാണെങ്കിൽ സാധിക്കുമെന്ന് അറിയിക്കുന്നു. അതിൽ അങ്ങനെ പറയുന്നതിൽ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.